ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇറാന്റെയും റഷ്യയുടെയും ഓയിൽ ഇപ്പം മൊത്തമായിട്ട് വാങ്ങിക്കാൻ ചൈന മാത്രമേ ഉള്ളൂ. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെ അളവ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വൻതോതിൽ വിലക്കുറച്ച് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ ചൈനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യ ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി, സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് ഗണ്യമായിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് റഷ്യയുടെയും ഇറാൻ്റെയും ഓയിൽ ഇപ്പോൾ ചൈനയ്ക്ക് വളരെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചൈന മാത്രമേ ഉള്ളൂ ഫലത്തിൽ ഏറ്റവും വലിയ ഒരു ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജ് ബയറായിട്ട് ഇപ്പം നിലനിൽക്കുന്ന ചൈന മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനും റഷ്യയും തമ്മിൽ മത്സരമാണ്, ചൈനയുടെ ബയേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ ചൈന എന്നുള്ള. കാരണം അവിടെയും ചൈനയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് റിഫൈനേഴ്സ് ഉണ്ട്, പൊതുമേഖലയുള്ള അവിടെ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള വലിയ ഓയിൽ ജയൻസ് ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ. ഈ രണ്ട് മേഖലയിലുള്ള ആൾക്കാർക്കും വേണ്ടി വിൽക്കാൻ വേണ്ടി ഇറാനും റഷ്യയും തമ്മിൽ മത്സരമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് മറ്റ് ഗ്ലോബൽ മാർക്കറ്റൊന്നും ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളൊരു വസ്തുത നമുക്കറിയാമല്ലോ. കാരണം ട്രംപിൻ്റെ പല രാജ്യങ്ങൾ, ഇപ്പം ഇന്ത്യ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ മുകളിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷെ നമ്മൾ അതിനെയൊക്കെ വളരെ, എന്താണ് പറയുന്നത്, അധികം മനൂവർ ചെയ്ത് നമ്മൾ ഈ ഒരു പോയിന്റിൽ വരെ എത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് ട്രംപിൻ്റെ ഈ പറഞ്ഞ ടാരിഫ് എന്ന് പറയുന്ന വലിയ ട്രാപ്പിനെ ഭേദിച്ച് അങ്ങോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോഴാണ് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ തീരുമാനത്തെ റിവേഴ്സ് ചെയ്യേണ്ടി വന്നതും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓയിലിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടി വന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ചൈനയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങളും വളരെയധികം ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് വിൽക്കാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും, കാരണം ഡോളറിൽ അവർക്ക് ട്രേഡ് നടത്താൻ സാധിക്കത്തില്ല, അതുകൊണ്ട് പല രാജ്യങ്ങൾക്ക് മേടിക്കാനും സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഇന്ത്യ ട്രംപിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് തന്നെ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷെ ചൈന അന്നും ഗണ്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ തോതിലുള്ള അളവിൽ ഇറാനിൽ നിന്നും അവർ ചൈന ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനയ്ക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ യുക്രൈൻ വാർ തുടങ്ങിയത്. അതിനുശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുവാൻ തുടങ്ങി, ചൈനയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ പറഞ്ഞ ഒരു ശക്തമായിട്ടുള്ള സമ്മർദ്ദം കാരണം ഇനിയും നമുക്ക് മുന്നോട്ട് റഷ്യയിൽ നിന്നും പഴയ പോലെ എണ്ണ വാങ്ങിക്കുവാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു കണ്ടീഷന്റെ പേരിലൊക്കെയാണ് ഇപ്പോഴത്തെ തൽക്കാലത്തെ ഇടക്കാല ഇന്ററിമായിട്ടുള്ള ട്രേഡ് ഡീല് ഉണ്ടാക്കുകയും ടാരിഫ് കുറച്ച് 18% ആക്കുകയൊക്കെ ചെയ്തെന്നുള്ളത്. പക്ഷെ ചൈനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ചൈനയുടെ മുകളിൽ അങ്ങനെ വലിയ വിരട്ടുകളൊന്നും അമേരിക്കയിൽ നടക്കുന്നുമില്ല. ഈ പറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും ചൈന റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഓയിൽ അന്നും മേടിക്കുന്നുണ്ട്, ഇപ്പോഴും മേടിക്കുന്നുണ്ട്. ചൈനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ചൈനയ്ക്ക് ഇനിയും ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്നതല്ലേ, ചൈന ഓയിൽ മേടിച്ച് മടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഇനി അവർക്ക് അവരുടെ കപ്പാസിറ്റി ഫില്ലാകാറായി. കപ്പാസിറ്റി മീൻസ് അവർക്കിനിയും കപ്പാസിറ്റി സാച്ചുറേറ്റ് ആയെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനിയും അവർക്ക് ഓയിൽ മേടിച്ച് പിന്നെ റിസർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അപ്പം ആലോചിച്ച് നോക്കുക, എന്തുമാത്രം അളവിൽ ഈ പറഞ്ഞ രാജ്യം, ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ നിന്ന്, ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ തന്നെ വൻതോതിലുള്ള ഓയിൽ പിന്നെ പർച്ചേസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇത് കൂടാണ് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ഉള്ള ഇത്രയും വലിയ അളവിലുള്ള ഓയിൽ ഈ രാജ്യം മേടിച്ച് കൂട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു റിസ്റ്റാർഡ് എനർജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ജനുവരിയിലെ മേടിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ഏകദേശം 40-40% നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ എണ്ണ വാങ്ങൽ കുറയ്ക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 6 ലക്ഷം ബാരൽസ് പെർ ഡേ എന്നൊരു കണക്കിലേക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ, ഫെബ്രുവരി തീരാറായല്ലോ, നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്ന കാർഗോസ് ഒക്കെ തന്നെ ഇപ്പം ഡൈവേർട്ട് ചെയ്ത്
ബാക്കോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ സപ്ലൈസും പ്രൈവറ്റ്, അതായത് ഈ പറഞ്ഞ ഇറാനിലും പൂർണ്ണമായിട്ടും അവരുടെ ഗവൺമെന്റിന്റെ അധികാരത്തിലാണ് ഒട്ടുമിക്ക ഓയിൽ സെക്ടർ എല്ലാം തന്നെ, എനർജി സെക്ടർ എല്ലാം തന്നെ റൺ ചെയ്യുന്നത്. റിഫൈനേഴ്സ്, അവിടുത്തെ സപ്ലൈസ് ഒന്നിൽ കൂടുതൽ കാണും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സപ്ലൈസ് ഒക്കെ തന്നെ ഈ ചൈനയ്ക്ക് ഈ എണ്ണ കൊടുക്കുന്നതിൽ അവരുടെയും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം എത്രയും വില കുറച്ച് കൊടുക്കാൻ സാധിക്കും അത്രയും വില കുറച്ച് കൊടുക്കാൻ വേണ്ടി അവിടെ ഒരു പ്രൈസ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം തന്നെ ഏകദേശം നമുക്ക് $10 അല്ലെങ്കിൽ $11 അല്ലെങ്കിൽ $12 ഈ അളവിലൊക്കെ തന്നെയാണ് റഷ്യയും ഇറാനൊക്കെ തന്നെ ഓയിൽ ഇപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ അപ്പം ഇവർ ഇറാനെ സംബന്ധിച്ച് ചൈനയുടെ പ്രൈവറ്റ് റിഫൈനേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള റിഫൈനറീസ് എല്ലാം തന്നെ ഇറാൻ്റെ ഓയിൽ ആണ് പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറാൻ സപ്ലൈസിനാണ് പ്രിഫർ ചെയ്യുന്നതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നുള്ള ഓയില് ഏകദേശം $12 ബാരലിന് 12 വെച്ചാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ മാസം ഏകദേശം $10 വെച്ചായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഓയിലിൻ്റെ വില ഇതൊന്നുമല്ല കേട്ടോ. അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഓയിലിൻ്റെ വില, അതായത് സൗദിയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊന്നും ഓയിൽ വിൽക്കുന്ന ഈ പ്രൈസിനെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് തീർച്ചയായിട്ടും ഇറാന്റെ ലൈറ്റ് ക്രൂഡ് $11. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശരിക്കുമുള്ള ഇപ്പോൾ ഒപ്പക് രാജ്യങ്ങളൊക്കെ വിൽക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഗണ്യമായിട്ട് അല്ലെങ്കിൽ ഒത്തിരി വില കുറച്ചാണ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് എണ്ണ കിട്ടി എന്ന് നമ്മൾ പറയുന്നതും. ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും വില കുറച്ച് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചൈനയെ സംബന്ധിച്ചൊക്കെ വളരെ ഒരു ജാക്ക്പോട്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു അഡ്വാൻറ്റേജ് ബെനിഫിറ്റ് സ്റ്റോപ്പായി. ചൈനയെ സംബന്ധിച്ച് ഇപ്പോഴും അത് സ്റ്റോപ്പായിട്ടില്ല. ഈ യുദ്ധം ഉണ്ടാകുവാണെങ്കിൽ മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റപ്ഷൻ, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ ഓയിൽ സപ്ലൈക്ക് എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകും എന്നല്ലാതെ. റഷ്യ യുക്രൈൻ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങോട്ടുള്ള ഈ ഓയിൽ സപ്ലൈസിൻ്റെ റൂട്ടിനും അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിനും ഒന്നും പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. യൂറോപ്പിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന് അവരും വിധേയരായിട്ട് റഷ്യയിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ട്രേഡും പ്രത്യേകിച്ച് എനർജിയുടെ ട്രേഡെല്ലാം തന്നെ അവർ ഓൾറെഡി യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇറാൻ്റെ ലൈറ്റ് ക്രൂഡ് $11 അത് ഗ്ലോബൽ ബെഞ്ച് മാർക്കിന് ഒത്തിരി താഴെയാണത് നമുക്കറിയാം. ഡിസംബറിൽ ഏകദേശം 8 മുതൽ 9 വരെ ഓളം അതായത് ഒരു ബാരലിന് $8 മുതൽ $9 വരെ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വില കുറച്ചാണ് ഈ രണ്ട് രാജ്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓയിൽ മാർക്കറ്റിൽ ചൈനയുടെ ഇൻഡിപെൻഡൻറ്റ് ചൈനീസ് റിഫൈനേഴ്സ്, അതായത് പ്രൈവറ്റ് സെക്ടറിലുള്ള റിഫൈനേഴ്സ് ആണ് ശരിക്കും അവർ ഒരു പ്രഷർ വാൽവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കൂടുതൽ മേടിക്കുന്നുണ്ട് ഈ പറഞ്ഞ പ്രൈസിനെ അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അവരാണ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിലിൻ്റെ നല്ലൊരു ഭൂരിഭാഗം ശതമാനവും അബ്സോർബ് ചെയ്തിരിക്കുന്നത്. ഏകദേശം രാജ്യത്തിൻ്റെ, അതായത് ചൈനയുടെ ടോട്ടൽ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുടെ ഒരു ക്വാർട്ടറോളം അവർ പ്രൈവറ്റ് റിഫൈനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ചൈനയുടെ പ്രൈവറ്റ് റിഫൈനേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് സെക്ടറിലുള്ള ഓയിൽ ജയൻസ് അല്ലെങ്കിൽ ഓയിൽ കമ്പനീസ് ഉണ്ട്. ഇപ്പം എന്ത് തന്നെയായാലും ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് 2016 മുതൽ ഇറാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ മുതൽ, അതായത് ട്രംപിൻ്റെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ സമയം മുതൽ തന്നെ ചൈനയ്ക്ക് ഇടതടവില്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇറാനിൽ നിന്ന് ഓയിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 9 വർഷത്തോളമായിട്ടുണ്ട്. ചൈനയ്ക്ക് മുകളിൽ മറ്റ് ഭീഷണികളോ സമ്മർദ്ദങ്ങളോ ഒന്നുമില്ല. പ്രത്യക്ഷമായിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ചൈന ഇത് മൈൻഡ് ചെയ്യാതെ തന്നെയാണ് ഈ പറഞ്ഞ ഇറാനിൽ നിന്നും ഈ ഓയിലെല്ലാം മേടിച്ച് പോയിട്ടുള്ളത്. ഇന്ത്യ അന്ന് തന്നെ സലാം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് 2022 6 വർഷം കഴിഞ്ഞാണ് യുക്രൈൻ യുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഇന്ത്യക്ക് ഈ പറഞ്ഞ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഓയിൽ കിട്ടാൻ തുടങ്ങിയത്. 2022 3 വർഷത്തെ ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഇത്രയും ചീപ്പായിട്ട് ഓയിൽ ലഭിക്കുന്നുള്ളൂ. പക്ഷേ ചൈന ഇതിനേക്കാളൊക്കെ മുമ്പ് തന്നെ ഈ ഇറാനിൽ നിന്നൊക്കെ തന്നെ
അവർക്ക് ചീപ്പ് പ്രൈസിൽ ഓയിൽ അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വ്യത്യാസം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട്. നമുക്ക് നമ്മുടെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഡിപ്ലോമസി ഈ പറഞ്ഞ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, അല്ലെ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതകളുണ്ട്. അതിൻ്റെ പിന്നിലെ ലാർജർ പൊളിറ്റിക്സ് ഒന്നും നമുക്കറിയില്ല. കാരണം നമുക്ക് ചീപ്പായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ കിട്ടുന്നു, നമ്മളും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ്. നമ്മൾ അതിനെ മറികടന്നിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ, അമേരിക്കയുടെ ഈ പറഞ്ഞ ഏതെങ്കിലും താല്പര്യങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് വളരെ വില കൂടുതൽ കൊടുത്ത് അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ ഈവൻ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ, സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ വെനീസുലയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ഓയിൽ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിമ്പിൾ ലോജിക്കിന് നമുക്കത് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. സാധാരണ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് എന്താണ്? ഏത് സാധനങ്ങൾ വാങ്ങിച്ചാലും ഏത് കമ്മോഡിറ്റി വാങ്ങിച്ചാലും ഏറ്റവും ചീപ്പായിട്ട് ക്വാളിറ്റി മോറലെസ് ഓയിൽ എല്ലാം സെയിം തന്നെയല്ലേ. ഓയിൽ സെയിം എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ഓയിലിൻ്റെ ലൈറ്റ് ക്രൂഡ് ഉണ്ട്, ഹെവി ക്രൂഡ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണ് നമുക്കറിയില്ല കൃത്യമായിട്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അല്ല ഓയിലിൻ്റെ ഞാൻ പറഞ്ഞ കമ്മോഡിറ്റിയുടെ ക്വാളിറ്റിക്കകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മറ്റ് ഈ സാധനങ്ങളുടെ ക്വാളിറ്റി പറയുന്ന പോലെ തന്നെ ഓയിലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലായിടത്തും ഈ പറഞ്ഞ രണ്ട് ലൈറ്റ് ക്രൂഡോ അല്ലെങ്കിൽ ഹെവി ക്രൂഡോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റഷ്യയിൽ ചിലപ്പോൾ ഹെവി ക്രൂഡ് ആയിരിക്കും ഉള്ളത്, ഇറാനിൽ ചിലപ്പം ലൈറ്റ് ക്രൂഡ് ആയിരിക്കും ഉള്ളത്, സൗദി അറേബ്യയിൽ ചിലപ്പം ചില സ്ഥലങ്ങളിൽ ഹെവി ക്രൂഡ് ആയിരിക്കും, ചില റീജിയനിൽ ലൈറ്റ് ക്രൂഡ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓയിൽ ചീപ്പായിട്ട് കിട്ടുമ്പോൾ, ചീപ്പ് പ്രൈസിൽ കിട്ടുമ്പോൾ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന്, കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് ഇപ്പം വലിയ പവർഫുൾ ആയിട്ടുള്ള രാജ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫോറിൻ കറൻസി, ഫോറിൻ റിസർവിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇത്രയും ഹെവി പ്രൈസിൽ ഇപ്പം നമ്മൾ മറ്റു മാർക്കറ്റിൽ നിന്ന് ഈ ചീപ്പ് ഡിസ്കൗണ്ട് പ്രൈസിലുള്ള ഓയിലിനെ നമ്മൾ വിട്ട് വാങ്ങിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതെന്ത് ഫോറിൻ പോളിസിയുടെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യ താല്പര്യങ്ങളെ ആണ് സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, എക്സാക്റ്റ് ജിയോ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്ക നമ്മുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതല്ലായിരുന്നു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് തുറന്നു കൊടുക്കുക എന്നുവെച്ചാൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കിയെടുക്കുക, വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പല സെക്ടറിലെ മാർക്കറ്റ്, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, ഡയറി പ്രോഡക്ട്സ്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ പറഞ്ഞ സെക്ടർ. കാരണം ഇപ്പോഴും അഗ്രികൾച്ചറിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയ് ചെയ്യപ്പെടുന്നത്, സ്വന്തമായിട്ടായാലും മറ്റ് രീതിയിലൊക്കെ തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള അഗ്രികൾച്ചർ മാർക്കറ്റൊക്കെ തന്നെ, സെക്ടറൊക്കെ തന്നെ അമേരിക്ക കോർപ്പറേഷൻസും തുറന്നു കൊടുക്കാൻ വേണ്ടി ഉള്ള സമ്മർദ്ദതന്ത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതെന്തായാലും ആയിക്കോട്ടെ. അടുത്ത ടോപ്പിക് അല്ലത്. അപ്പം റഷ്യ ഇറാനും സംബന്ധിച്ച് ഇപ്പോൾ അവരും അവരുടെ ഓയിൽ മേടിക്കാനില്ല. കാരണം ചൈനയിലും സാച്ചുറേഷൻ, കാരണം ചൈനയ്ക്കും ഇനിയും അവരുടെ കപ്പാസിറ്റിക്കും അപ്പുറം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് പോലും ഇനിയും ഈ പറഞ്ഞ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുള്ള ഓയിൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവർക്ക് മറ്റ് മാർക്കറ്റുകളൊന്നും ഇത് വാങ്ങിക്കാനും ഇല്ല. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും വളരെ എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. റഷ്യ ഇറാൻ തമ്മിൽ, റഷ്യക്ക് ഇറാനും റണ്ണിങ് ഔട്ട് ഓഫ് ഓപ്ഷൻസ്. ഇനി ഓപ്ഷൻ ഒന്നുമില്ല അവരുടെ മുമ്പിൽ. കാരണം മറ്റു രാജ്യങ്ങളൊന്നും മേടിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളായിരിക്കും. ഏറ്റവും വലിയ രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു കൺസ്യൂം ചെയ്യുന്ന അമേരിക്കയും ചൈനയും ഇന്ത്യയുമാണ്. ചൈനയും ഇന്ത്യയും ഈ മാർക്കറ്റിൽ നിന്ന് ഇവർക്ക് നഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റു വഴികളൊന്നുമില്ല. അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ച് ശരിയാണ്, റഷ്യ പിന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും ഈ ലാർജ് സ്കെയിൽ പർച്ചേസിൽ നിന്നാണ് അവർക്ക് യുക്രൈനായിട്ടുള്ള യുദ്ധം അവർക്ക് ഫൈനാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വസ്തുതയാണില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഇന്ത്യ ഓൾറെഡി അത് ഗണ്യമായിട്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതൊന്ന് മാറാൻ സാധ്യതയുണ്ട്. ഇനി ചൈനയും പിന്നെ അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടല്ല, ചൈനയ്ക്ക് കൂടുതൽ ഓയിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ചൈനയ്ക്കും ഇനിയും ഈ പറഞ്ഞ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓയിൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് റഷ്യ ഇപ്പോഴേ അവരുടെ പ്രൊഡക്ഷനൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്കറിയാം, റഷ്യക്ക് എണ്ണ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മേടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ
ഉം, കാരണം കൊണ്ട് അവർക്ക് വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ യുക്രൈനായിട്ടുള്ള വാറ് ഫണ്ട് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല. കാരണം ഈ പറഞ്ഞ ഓയിൽ വിറ്റുള്ള പൈസ അവർക്ക് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനകത്തിൽ ഏതെങ്കിലും കുറവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ യുക്രൈനായിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ആ ഒരു റിസൾട്ടിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയല്ല, ഈ ഇറാനും പരമാവധി ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് സമയത്തും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്കും പൈസയുടെ വളരെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഇറാനും കൂടുതൽ മാക്സിമം പോസിബിൾ എക്സ്പോർട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചൈനയ്ക്ക് ഇനിയും കൂടുതൽ അവർക്ക് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവരുടെ കപ്പാസിറ്റി സാച്ചുറേറ്റ് ആയി. അതുകൊണ്ട് ഇനിയും ഈ രണ്ട് രാജ്യങ്ങളും വളരെ എന്താണ് പറയുന്നത്, സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഈ അവരുടെ പ്രൈവറ്റ് റിഫൈനേഴ്സിന് കൂടുതലായിട്ട് ഇനി അബ്സോർബ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ കപ്പാസിറ്റി മാക്സിമം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് ഓൺഡ് റിഫൈനിങ് കമ്പനീസും ഈ ട്രഡീഷണൽ ആയിട്ട് ഇറാനിൽ നിന്നും ഓയിൽ ക്രൂഡ് മേടിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റഷ്യയിൽ നിന്ന് ട്രേഡ് നടത്തുന്നതിലും ഈ ചൈനയുടെ സ്റ്റേറ്റ് ഓൺഡ് റിഫൈനറീസ് ഈ അടുത്ത സമയത്തായിട്ട് മാറി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടു നിന്നിട്ടുണ്ടെന്നാണ്. ചൈനയുടെ പ്രൈവറ്റ് കമ്പനീസ് അല്ല, പ്രൈവറ്റ് മേഖലയിലുള്ള കമ്പനീസ് അല്ല, ചൈനയുടെ മേജർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന അതിന് തുല്യമായിട്ടുള്ള ചൈനയുടെ സ്റ്റേറ്റ് ഓൺഡ് റിഫൈനിങ് കമ്പനീസ് ഉണ്ട്. അവർ ഇറാനിൽ നിന്ന് ട്രഡീഷണലായിട്ട് വാങ്ങിക്കുന്നില്ല, വാങ്ങിക്കുന്ന ഒരു പ്രവണത ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും അവർ വാങ്ങിക്കുന്ന ആ ഒരു എന്താണ് പറയുന്നത്, ഓയിൽ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ റഷ്യയുടെ ട്രേഡ് നടത്തുന്ന ഈ സ്റ്റേറ്റ് ഓൺഡ് റിഫൈനേഴ്സ് അല്ലെങ്കിൽ ചൈനയുടെ ഈ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ കുറച്ചു നാളായിട്ട് വിട്ടു നിൽക്കുകയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയ്ക്ക് ഓയിൽ വളരെ പ്ലെന്റി ആയിട്ട് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെയും എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യക്ക് കൂടെ ലഭിക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലേക്കൂടെ ഒഴുകേണ്ടിയിരുന്ന എണ്ണ ചൈന പിന്നെ വളരെ കുറെ കാലമായിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയുടെ കപ്പാസിറ്റി ഏകദേശം സാച്ചുറേറ്റ് ആയി. അതുകൊണ്ട് ഇനിയും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങിക്കുവാൻ അവർക്ക് സാധ്യത ഉണ്ടാകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഇറാനും റഷ്യയും തമ്മിൽ വളരെ എന്താണ് പറയുന്നത്, സങ്കീർണമായിട്ടുള്ള അവർക്കൊരു പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം രണ്ട് രാജ്യങ്ങളും, ഒരു രാജ്യം ആക്റ്റീവായിട്ട് വാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു രാജ്യം തീർച്ചയായിട്ടും വാർ ഉണ്ടാകാം, പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഏത് സമയം ഉണ്ടാകാം എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാനും ഈ പറഞ്ഞ മറുഭാഗത്തുള്ള അമേരിക്ക ഇസ്രായേൽ ആക്സിസും തമ്മിൽ നമുക്കറിയത്തില്ല എത്ര ഷോർട്ട് ടൈം വാർ ആയിരിക്കുമോ, ലിമിറ്റഡ് സ്ട്രൈക്ക് ആയിരിക്കുമോ, അല്ലെങ്കിൽ അതൊരു മാസങ്ങളോളം മുന്നോട്ട് ഈ പറഞ്ഞ റഷ്യ യുക്രൈൻ വാർ പോലെ തന്നെ മാസങ്ങളോളം മുന്നോട്ട് പോകുമെന്നും നമുക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് പരമാവധി ഓയിൽ എക്സ്പോർട്ട് ചെയ്ത് പരമാവധി റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട് കൈവശപ്പെടുത്തുക, അവർക്ക് യുദ്ധത്തിനെ നേരിടുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിന് റഷ്യക്ക് ആവശ്യമുള്ളത് തന്നെ ഇറാനും ഫണ്ട് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ചൈന ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നത് കൊണ്ട്, എന്ന് പറഞ്ഞ് ചൈന അവരിൽ നിന്ന് ഓയിൽ വാങ്ങിക്കത്തില്ല എന്നല്ല, പക്ഷേ നമ്മൾ അറിയാൻ സാധിക്കുന്നത് ചൈന അവരുടെ കപ്പാസിറ്റിയുടെ സാച്ചുറേഷനിലായി, അല്ലെങ്കിൽ മാക്സിമം റീച്ച് ചെയ്തു ഈ പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലുള്ള റിഫൈനേഴ്സ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവരാണ് ഈ ഓഫ് ഷോറും ഈ ഓൺഷോറിലും ഒക്കെ തന്നെ ഈ ഓയിലിന്റെ പർച്ചേസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഈ പ്രൈവറ്റ് റിഫൈനേഴ്സ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നിർത്തിക്കഴിഞ്ഞാൽ, ചൈനയിൽ നിന്ന് ഈ പറഞ്ഞ പ്രൈവറ്റ് റിഫൈനേഴ്സ് നിർത്തിക്കഴിഞ്ഞാൽ, അത് ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ ഒരു എന്താണ് പറയുന്നത്, ഒരു പ്രഷർ, ഒരു സമ്മർദ്ദം അവരുടെ മുകളിൽ ഉണ്ടാകും. കാരണം അവർക്ക് മറ്റു മാർക്കറ്റുകളൊന്നും തന്നെ അവർക്ക് തൽക്കാലം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കൺസ്യൂമറായിട്ടുള്ള ഇന്ത്യയെ വരുതിക്ക് നിർത്താമെങ്കിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ തന്നെ അമേരിക്കയ്ക്ക് വളരെ എളുപ്പം തന്നെ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കുന്നതിന് പിന്നെ കണ്ണുരുട്ടി അവരെ പേടിപ്പിച്ച് അവരെ അതിനകത്തിൽ നിന്നും നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താനും സാധിക്കും. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ഓയിലിൻ്റെ ട്രേഡ് നടത്താൻ വളരെ എന്താണ് പറയുന്നത്, റിസ്ക് ചെയ്ത് അമേരിക്കയുടെ ഈ പറഞ്ഞ ഭീഷണി അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ
റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇന്ത്യ മറ്റു പല ഡിപ്ലോമസി ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില നയതന്ത്ര രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നാളെ മുന്നോട്ട് പോയി എന്നല്ലാതെ മറ്റൊരാത്തിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് തൽക്കാലം പറയാനുള്ളത്. നേരത്തെയുള്ള വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത്, കാരണം ഇന്ത്യ ഈ പറഞ്ഞ റഷ്യൻ മാർക്കറ്റിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ തന്നെ അത് ചൈനയ്ക്ക് കൂടുതൽ സഹായകരമായിരിക്കും. കാരണം ഇറാന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്, ട്രംപിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷനിൽ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യ വിരട്ടി, ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്ന പൂർണ്ണമായിട്ട് നിർത്തിയിരുന്നു. പക്ഷേ ചൈന അന്നും ഒരു പ്രശ്നമില്ലാതെ ഈ പറഞ്ഞ ഇന്ത്യയിലേക്ക് വരേണ്ട എണ്ണ കൂടി ചൈന അത് വളരെ ആർത്തിയോടുകൂടി ചൈന അത് കൈക്കലാക്കി. ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഈ എണ്ണയുടെ ഒഴുക്കും ചൈനയിലേക്ക് തന്നെ പോസിബിളായിട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചൈന ഇപ്പോൾ ആഭ്യന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് മാത്രമുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കുന്നു. നമ്മൾ ഈ എനർജി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി നമുക്ക് എവിടെ നിന്നും കിട്ടും, കാരണം ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം യുദ്ധത്തിന് ഏഹ്, അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈം ആണെങ്കിൽ നമുക്ക് ഓയിൽ സോഴ്സ് ചെയ്യാൻ ഇഷ്ടംപോലെ ഇടങ്ങളുണ്ട് നമുക്ക്. എന്നിട്ട് ഓൾറെഡി നമ്മൾ ഡൈവേഴ്സിഫൈ ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ സൗദി ഉണ്ട്, ഇറാഖ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഒപ്പക്കിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ക്ക് വേണ്ടി പ്ലെൻറ്റി ഓഫ് ഓയിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യാവുന്നതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് പ്രൈസിലൊന്നും ഇത്രയും ഡിസ്കൗണ്ട് ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള റേറ്റിലൊന്നും നമുക്ക് അവിടുന്ന് ഓയിൽ ലഭിക്കത്തില്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അമേരിക്കൻ ഈ പ്രഷേഴ്സിനും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്കൊക്കെ നമ്മളെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മേഖലകളിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഇതുപോലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.